ഗുഡ് മോർണിംഗ്. അനുഗ്രഹപൂർണമായ ഈ വിശുദ്ധ ശബദിന്റെ പ്രഭാതത്തില് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് അടിയനെയും സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ വിശുദ്ധ ശബദില് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ഏതാനും മിനിറ്റുകൾ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വാക്യം ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നു: അത്യല്പത്തിൽ വിശ്വസ്തൻ ആയവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വിഷയം എന്ന് പറയുന്നത് സ്വാധീനത്തിന്റെ ശരിയായ ഉപയോഗത്തിന് ദൈവകൃപ അത്യാവശ്യമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്വാധീനത്തിന്റെ ശരിയായ ഉപയോഗത്തിന് ദൈവകൃപ അത്യാവശ്യമെന്ന് ദൈവത്തിന്റെ വചനം ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, അത്യല്പത്തിൽ വിശ്വസ്തൻ ആയവൻ അധികത്തിലും വിശ്വസ്തൻ. നോക്കണം, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ചെറിയ ചെറിയ കാര്യാദികളിൽ നമ്മൾ വിശ്വസ്തയോടുകൂടി ചെയ്യുന്നു എങ്കിൽ നമ്മളെ വലിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും? ദൈവം വിശ്വസ്തനാക്കി മാറ്റും എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആത്മാർത്ഥമായി ചെയ്ത് വിശ്വസ്തയോടുകൂടി ചെയ്ത് നല്ല പേര് വിളിക്കുവാൻ തക്കവണ്ണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ളതായ നല്ല പേര് വിളിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതിനാല് നാം ചെറുത് എന്ന് കാണുന്നതായ ആ വേല ദൈവസേന അത് ഏറ്റവും വലുതായിരിക്കും. അതിനാൽ എന്ത് ചെയ്യണം? നല്ല വേല ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതിനാണ് നല്ല വേല ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. നോക്കണം, സ്വഭാവം ശക്തിയാണ്. സത്യസന്ധമായ നിസ്വാർത്ഥമായ ദൈവിക ജീവിതത്തിന്റെ നിശബ്ദമായ സാക്ഷ്യം മിക്കവാറും തടഞ്ഞു നിർത്താനാകാത്ത സ്വാധീനം വഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സ്വഭാവം സ്വന്തം ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രകടമാക്കുന്നതിലൂടെ ആത്മാക്കളുടെ രക്ഷയ്ക്കുള്ളതായ പ്രവൃത്തിയിൽ നാം ക്രിസ്തുവിനോട് കൂടെ പങ്ക് ചേരുകയാണ്. നമ്മുടെ സ്വാധീനഗോളം വിശാലമാകും തോറും നാം അധികം നന്മ ചെയ്യും. അവിടുത്തെ സ്വഭാവം നമ്മുടെ ജീവിതങ്ങളിൽ പ്രകടമാക്കുന്നതിലൂടെ മാത്രമേ ക്രിസ്തുവുമായി സഹകരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോ ക്രിസ്തുവുമായിട്ട് നമ്മൾ സഹകരിക്കണമെങ്കിൽ നല്ല സ്വഭാവങ്ങളെ പ്രകടമാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അല്ലെ, ദുഷിച്ച സ്വഭാവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പരിപൂർണമായി മാറ്റിക്കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം? നല്ല സ്വഭാവങ്ങളെ പ്രകടമാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അങ്ങനെ നല്ല സ്വാധീനത്തില് ദൈവമായിട്ട് ആയിരിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. സ്വാധീനം തിന്മയ്ക്കുള്ളതായ ശക്തി ആകാമെന്നതും ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ആ സ്വാധീനം എന്ന് പറയുന്നത് എന്താണ്? തിന്മയ്ക്കുള്ളതായ ശക്തി ആകാമെന്നതും ഒരിക്കലും മറന്നു, അങ്ങനെയും സംഭവിക്കാം, അല്ലെ? അപ്പോ ഒരുവന്റെ സ്വന്തം ആത്മാവ് നഷ്ടമാകുന്നത് ഭയാനകമായ ഒരു വസ്തുതയാണ്. അതേ സമയം വേറൊരാളിന്റെ ആത്മനഷ്ടത്തിന് കാരണമാകുന്നത് അതിലും ഭയാനകമായിട്ടുള്ളതായ കാര്യമാണ്. നമ്മുടെ സ്വാധീനം മരണത്തിന്മേല് മരണത്തിന് രുചിക്കൂട്ടാകുമെന്നത് ഭയാനകമായ ഒരു ചിന്തയാണ്. എന്നിരുന്നാലും അത് സാധ്യമാണ്. അതുകൊണ്ടാണ് സഭ ദുർബലം ആയിരിക്കുന്നത്. ക്രിസ്തുവിനോട് കൂട്ടിച്ചേർക്കുന്നു എന്ന് ചിന്തിക്കുന്ന പലരും ക്രിസ്തുവിൽ നിന്ന് ചിതറിക്കുകയാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പലരും വിമർശനത്തിലും കുറ്റപ്പെടുത്തലിലും എന്ത് ചെയ്യുന്നു? തടസ്സമില്ലാതെ മുഴുകുന്നു. സംശയത്തിനും അസൂയയ്ക്കും അതൃപ്തിക്കും പ്രകാശനം നൽകിക്കൊണ്ട് അവർ സാത്താന്റെ ഉപകരണങ്ങളായി സ്വയം കീഴടങ്ങും. നോക്കണേ, നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നല്ല സ്വഭാവങ്ങളെ പ്രകടമാക്കിയില്ല എങ്കിൽ സാത്താൻ നമ്മളെ അവന്റെ ഉപകരണങ്ങളാക്കി എന്ത് ചെയ്യും? പ്രവർത്തിപ്പിക്കും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ എന്ത് ചെയ്യും? അകന്നു പോകുവാൻ ഇടയായിത്തീരും. അതിന് അവസരം കൊടുക്കരുത്. അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് ബോധ്യമാകുന്നതിന് മുമ്പ് സാത്താൻ അവന്റെ ഉദ്ദേശങ്ങൾ എന്ത് ചെയ്യും? അവരിലൂടെ സാധിച്ചിരിക്കും. തിന്മയുടെ അടയാളം പതിക്കപ്പെട്ടു, നിഴൽ വിരിക്കപ്പെട്ടു. പിന്നെ സാത്താന്റെ അസ്ത്രങ്ങൾ അവയുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ തറയ്ക്കപ്പെടുകയും ചെയ്യും. നാം ചിന്തിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? സാത്താൻ നമ്മളിലൂടെ പ്രവർത്തിക്കും.
അതിനുള്ള അവസരം കൊടുക്കരുത്. അത് ദൈവവേലയ്ക്ക് ഒരുപാട് തടസ്സമായി മാറും. പരസ്പര വിശ്വാസമില്ലായ്മ, അവിശ്വാസം, തികഞ്ഞ അന്തസ്സില്ലായ്മ, അവിശ്വസ്തത എന്നിവ പലരെയും എന്ത് ചെയ്യുന്നു? വരിഞ്ഞു മുറുക്കിക്കളയും. അല്ലായിരുന്നെങ്കിൽ അവർ ഒരുപക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കുമായിരുന്നു. സാത്താൻ അതിശക്തമായിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിച്ചുകൊണ്ട് ദൈവവേലയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായ സകല പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? സാത്താൻ നമ്മളിലൂടെ എന്ത് ചെയ്യും. ആയതിനാല് തികഞ്ഞ ദൈവവിശ്വാസിയായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾ അറിഞ്ഞ് ദൈവത്തിനായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നോക്കണേ, ഇവിടെ പറയുന്നത് സ്വയാശക്തി, അശ്രദ്ധമായ ഉദാസീനത എന്നിവ ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്നവരുടെ ഭാഗത്ത് പല ആത്മാക്കളെയും ജീവന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ച് തിരിച്ച് കളയുന്നു. തങ്ങളുടെ സ്വാധീനത്തിന്റെ ഫലത്തെ ദൈവത്തിന്റെ കോടതിയിൽ നേരിടുവാൻ ഭയപ്പെടുന്ന പലരുമുണ്ട്. ദൈവത്തിന്റെ കൃപയിലൂടെ മാത്രമേ ഈ നിക്ഷേപത്തിന്റെ ശരിയായ ഉപയോഗം സാധ്യമായി തീരുകയുള്ളൂ. അതിനാല് ദൈവകൃപ ലഭിക്കുവാൻ നാം ദൈവത്തോട് കൂടെ ആയിരിക്കണം. ദൈവിക സ്വഭാവങ്ങളെ നമ്മളിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആകുന്നുവെങ്കിൽ ദൈവിക അനുഗ്രഹം നമുക്ക് ധാരാളമായി ലഭിക്കുവാൻ ഇടവരും. തുടർന്നുള്ളതായ നാളുകളിൽ ദൈവത്തിന്റെ സ്വാധീന വലയത്തിലായിരുന്നു കൊണ്ട് ദൈവകൃപ ലഭിച്ചവരായി ദൈവത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാൽ എന്നെ കേൾക്കുന്നതായ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, നമ്മളിലെ കുറ്റങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം. അവയെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിച്ച് ഒരുക്കമുള്ളവരായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ചെയ്യുവാൻ തക്കവണ്ണം അഖിലാണ്ടനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രബോധനം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവും പരിപാലകനുമായിരിക്കുന്ന എന്റെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. പ്രഭാതത്തില് കേൾപ്പിച്ചതായ വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ് കർത്താവേ. വചനം കേട്ട് അനുഗ്രഹം പ്രാപിച്ചവരായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ട് നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആയിത്തീരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപയും സമാധാനവും ശാന്തിയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എത്ര കാലം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ തക്കവണ്ണം സാധ്യമായി തീരുമെന്ന് അടിയങ്ങൾക്കറിയില്ല. എന്നാൽ കർത്താവേ, ദൈവത്തിന്റെ വചനം ഞങ്ങൾ പഠിക്കുമ്പോൾ ചുരുക്കം നാളുകൾ ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഈ ചുരുക്കം നാളുകളിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ അളവറ്റ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അവിടെ നിറങ്ങി ആവസിക്കുമാറാകണം. മാനവും മഹത്വം കർത്താവ് തന്നെ എടുക്കണം. സകലവും യേശു ക്രിസ്തു മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.